പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് പ്രിന്ററായ എപ്സൺ L3060 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ L3060 പ്രിൻ്റർ ഡ്രൈവർ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് എന്നുള്ളത് കൊടുക്കുക. അവിടെ നമുക്ക് എപ്സൻ്റെ കുറേ വെബ്സൈറ്റുകൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ടാമത്തെ വെബ്സൈറ്റ് epson.eu എന്ന വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. എപ്സൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണിത്. നമ്മൾ പ്രിൻ്ററിൻ്റെ ചിത്രം കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഈ അക്സെപ്റ്റ് കുക്കീസ് ക്യാൻസലോ നിങ്ങൾ ഇഷ്ടം പോലെ മാറ്റുകയും ചെയ്യാം. ഇനി ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. നോർമൽ കേസിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചില ലാപ്ടോപ്പിലൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യണം. കൺഫ്യൂഷൻ വേണ്ട. ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് നിങ്ങളെ വിൻഡോസ് വെർഷൻ വരുന്നത്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഗോ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. റീലോഡ് ആയതിനു ശേഷം താഴോട്ട് പോകുന്ന കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. ഇവിടെ രണ്ട് ഓപ്ഷനാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഒന്ന് സ്കാനർ ഡ്രൈവറും പിന്നെ ഒന്ന് പ്രിൻ്റർ ഡ്രൈവറുമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രിൻ്റർ ഡ്രൈവറാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ഡ്രൈവർ എന്നുള്ളത് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ താഴെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് എക്സ്ട്രാക്റ്റിങ്ങോട് കൂടി നമ്മൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. യെസ്, ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ ആദ്യം ഓക്കെ എന്നുള്ളത് കൊടുക്കുന്നു, വീണ്ടും ഓക്കെ എന്ന് കൊടുക്കുന്നു. ഇവിടെ എഗ്രി എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഫയൽ ഇൻസ്റ്റാളിങ് ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് അവസാനമാണ് USB കേബിൾ കണക്ട് ചെയ്യാൻ ചോദിക്കുന്നത്. ആ സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. യെസ്, അവിടെ USB കേബിൾ കണക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ വഴി കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ടാർഗറ്റ് പ്രിൻ്റർ കണക്റ്റഡ് എന്നുള്ള ഡിറ്റക്റ്റഡ് എന്നുള്ള മെസ്സേജ് വരും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ കോൺഫിഗറേഷൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കാണിക്കും. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ജസ്റ്റ് സാമ്പിളിന് വേണ്ടി ഞാൻ ജസ്റ്റ് ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് നോക്കുകയാണ്. അതിന് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്ത് അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുക. എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ കുറേ പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ലിസ്റ്റ് കാണിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. എടുത്തൊരു മഞ്ഞ കളർ ഒരു വാർണിംഗ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ട് വന്നതാണ്. ജസ്റ്റ് സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് പോകുന്നതാണ്. റൈറ്റ് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ താഴെ കണ്ടില്ലേ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളൊരു ഓപ്ഷന്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് ഒരു കമാൻഡ് പോയിട്ടുണ്ടാകും. അത് പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്ന കമാൻഡ് ചെല്ലുന്നതാണ്. ഏകദേശം പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചെയ്ത പ്രോസസ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.